ഹലോ, വെൽക്കം ടു നൈറാസ് മംസ് വേൾഡ്. കുറച്ചായല്ലോ അല്ലേ ഷോർട്സും വ്ളോഗൊക്കെ കണ്ടിട്ട്? കുറച്ച് തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത്. സൈഷയുടെ ഓഫീസിൽ നിന്ന് എത്തിയിട്ടില്ല, അപ്പോഴേക്കും ഞങ്ങളൊക്കെ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നത്തെയാണ് കേട്ടോ വ്ളോഗിൽ നിന്നാണല്ലോ പോസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് തന്നെയാണ് ഞാൻ വോയിസ് ഓവറും കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ ഫെബ്രുവരി 4 എന്ന് പറയുന്നത് അച്ഛൻ്റെയും അമ്മേൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അത് 35ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ദേന റെഡി ആവുന്നതിനിടെ ഒരാൾ പരാതിയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം വേറൊന്നുമല്ല, ആൾക്ക് എന്തെങ്കിലും ബൂബു പറ്റിക്കഴിഞ്ഞാൽ, ബൂബു പറഞ്ഞാൽ മുറിവോ അല്ലെങ്കിൽ എവിടെയും തട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓടി വന്ന് എൻ്റെ കയ്യിൽ നിന്നൊരു ഉമ്മ കിട്ടണം. ആ ഉമ്മ കിട്ടിയാൽ അവളുടെ എല്ലാ വേദനയും പോകുന്നതാണ് അവളുടെ ഒരു വിശ്വാസം. അപ്പോൾ പിന്നെ എനിക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനമൊന്നും അല്ലല്ലോ, അങ്ങ് കൊടുത്ത് സഹായിക്കും. അപ്പോൾ അവളുടെ കരച്ചിൽ നിൽക്കും. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ നിന്നും വഴുതി വീണ് വേറെ സ്ഥലത്തേക്ക് പോയില്ലേ. അപ്പോൾ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം റെഡിയായ ശേഷം എനിക്ക് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് സഹിച്ചിട്ടോ ഒറ്റയ്ക്ക് പോയി നിറവേറ്റി കേട്ടോ. അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പോഴത്തേക്കും പിന്നെ അടുത്തത് കാന്താരീനെ റെഡിയാക്കലായിരുന്നു. ഇവളെ റെഡിയാക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഈ ബെഡിന് എത്ര പ്രാവശ്യം വലം വെക്കി നിൽക്കാറില്ല. ഇതുപോലത്തെ കളീൻ്റെ ഇടയിലാണ് ഞാൻ ഇവളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ദിവസം എവിടെ പോവുകയാണെങ്കിലും, സ്കൂളിലേക്ക് ആയിക്കോട്ടെ, ഇങ്ങോട്ട് പോവുകയാണെങ്കിലും ഇതുപോലെ തകൃതിയായ ഡാൻസും ഒരു വലം വെക്കലും ഒക്കെ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ വേണം ഞാൻ അവളെ റെഡിയാക്കാൻ. പിന്നെ ആ ഒരു ബോക്സ് നിറച്ച് അവളുടെ ഹെയർ ആക്സസറീസാണ്. അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ അവിടെ അടങ്ങിയിരുന്ന് കുറച്ച് നേരം തരും. പിന്നെ ആൾക്ക് പല തരത്തിലുള്ള ഹെയർ സ്റ്റൈലൊക്കെ കെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഇരുന്ന് തരും. ഇന്നിപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും മമ്മി ചെയ്യുന്ന പോലെ മമ്മിയുടെ ഡ്രസ്സ് അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മമ്മി കെട്ടിയ പോലെ കെട്ടണം എന്നുള്ളതുകൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചപ്പോഴേക്കും സൈഷേട്ടൻ എത്തിയിരുന്നു കേട്ടോ. സൈഷേട്ടൻ ഫ്രഷ് ആവുമായിരുന്നു. പിന്നെ എൻ്റെ മിനി കോപ്പിയാണല്ലോ അല്ലേ, മിനി മീയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ കുറച്ച് നേരം മിററിലൊക്കെ ഒന്ന് ക്ലോസാക്കിയ ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു കേട്ടോ. പക്ഷെ പോകാൻ നേരമായപ്പോൾ കനിമോളെ മുഖം പിന്നെയും മാടി. വേറൊന്നുമല്ല, എവിടെ പോവുകയാണെങ്കിലും TV ഓഫാക്കരുത്, TV അവിടെ പോസ് ചെയ്ത് വെക്കണം. അവൾ കാണുന്നത് തിരിച്ച് വന്നു കഴിഞ്ഞാൽ അതേപടി പിന്നെയും കാണണം, അതാണ് വാശി. അപ്പം അതിന് ഞങ്ങൾ ആരും സമ്മതിക്കാറില്ല. അപ്പോൾ അതിന് ഇപ്രാവശ്യം പപ്പേനായിട്ടായിരുന്നു ഉടക്കായത് കേട്ടോ. പിന്നെ അത് ആ വാശി കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിയിലെല്ലാം ഉണ്ടായിരുന്ന സംസാരം 35ാമത്തെ വാർഷികം ഇവിടെ ബഹ്റൈനിലാവുന്ന അവരും ഞങ്ങളും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ പാരൻസിനെ സംബന്ധിച്ച് അവരുടെ മക്കളുടെ കൂടെ ഏതായിക്കോട്ടെ, ഇനി ബർത്ത്ഡേ ആയിക്കോട്ടെ, ആനിവേഴ്സറി ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, ഓണായിക്കോട്ടെ, അത് മക്കളുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാവുമല്ലോ. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ വണ്ടിയിലിരുന്നിരുന്നു. പിന്നെ ദുബായിലെ ടെമ്പിളിനെ പറ്റിയിട്ടൊക്കെ അവർ പറയുമായിരുന്നു, കണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അങ്ങനെ വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ